ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം നടന്ന സെന്റ് ജോസഫ് സ്കൂളിൽ മാധ്യമപ്രവർത്തകരും കാണികളും തമ്മിൽ സംഘർഷം. നാടകം കാണുന്നതിൽ മാധ്യമപ്രവർത്തകർ തടസ്സമാകുന്നുവെന്നാരോപിച്ചായിരുന്നു സംഘർഷം. വേദി നാടകത്തിന് യോജിച്ചതല്ലെന്ന് നാടകപ്രവർത്തകർ പറഞ്ഞു. പോലീസും സംഘാടകരും ചേർന്ന് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയതിനെ തുടർന്ന് നിർത്തിവെച്ച നാടക മത്സരം പുനരാരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, എന്താണ് സംഭവിച്ചത്? സുഹറിയ, ഒരുപക്ഷെ വലിയ രീതിയിൽ ജനപങ്കാളിത്തമുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരുള്ള ഒരു ഇനമായി നാടകം ഇത്തവണ മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MG ശശി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ, നാടക പ്രവർത്തകരാണ് ഇത്തവണത്തെ പല സ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടക പ്രവർത്തകർ നാടകം കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. വേദി, സെന്റ് ജോസഫ് സ്കൂളിലെ വേദിയുടെ ഒരു പ്രശ്നം, അത് സാങ്കേതികമായി നാടകത്തിന് പറ്റിയ തരത്തിൽ അല്ല അതിന്റെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശബ്ദ സംവിധാനത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തിരുന്ന് നാടകം കാണുന്നതിന് ആളുകൾ ശ്രമിക്കുമ്പോൾ മുൻവശത്തെ നിരയിൽ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾ ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കി. അവർ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. ഇത്തരത്തിൽ പ്രകോപനപരമായ സംസാരം ഉണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചും അവരോട് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ചെറിയ സംഘർഷവും ഉന്തും തള്ളും വരെ ഇക്കാര്യത്തിലുണ്ടായി. പിന്നീട് പോലീസും സംഘാടകരും എത്തി മാധ്യമപ്രവർത്തകരെ വേറെ ചെറിയ തരത്തിലെങ്കിലും അവർക്ക് പ്രത്യേക കാണികളും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച നാടക മത്സരം പുനരാരംഭിച്ചിരിക്കുന്നു. ലിജോ വർഗീസാണ് വിവരങ്ങൾ.